ഗൈസ് ഞങ്ങൾക്ക് താഴെ കിടന്നൊരു സാധനം കിട്ടി കാണേ ഗൈസ് താഴെ കിടന്നൊരു പൊതി കിട്ടിയിട്ടുണ്ട് ഗൈസ് ഇതിനകത്ത് എന്തോ ഉണ്ട് അതിനകത്ത് എന്തോ ഉണ്ട് കറുത്ത കളർ അപ്പൊ ഇന്ന് റിജിന്റെ പപ്പയുടെ മമ്മിയുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ആ കേക്ക് മേടിക്കാനായിട്ട് കൊല്ലത്തേക്കാണ്. ഫുൾ സർപ്രൈസ് ആണ്, അവർക്ക് അറിയത്തില്ല. അതാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഈ പ്ലാൻ മൊത്തം ഇട്ടത് അജയ് ആണ് കേട്ടോ ഗൈസ്. അങ്ങനെ നമ്മൾ താണ്ട് സുപ്രീമിൽ വന്നിട്ടുണ്ട് കേക്ക് വാങ്ങാനായിട്ട്. എന്താ എന്ത് ലവ്? അടിപൊളി ലവ് ആണ്, അടിപൊളി. അവർ ഞെട്ടണം. കൊല്ലം സുപ്രീമിൽ വന്നിട്ട് പൊതി മൂത്തിട്ട് നമ്മൾ താണ്ടെ ഗുലാബ് ജാം കഴിക്കാൻ പോവാം. ഇവിടെ വേണോ? വേണം. ഇവൻ കഴിക്കുന്നില്ല ഗൈസ്. ഇവൻ ന്യൂ ഇയർ റെസൊല്യൂഷൻ കാരണം അജയ് കഴിക്കത്തില്ല. എന്താ അത് മതി ഗൈസ്, ആരെങ്കിലും ഒരാൾ കൂട്ടിന് മതി. പക്ഷെ ഡോൾസ് എല്ലാം കൊല്ലും തോന്നുന്നു, അവർക്ക് മേടിച്ചു കൊടുക്കാത്തതുകൊണ്ട്. അല്ലെ ചേച്ചി മൂന്നെണ്ണം ഡോൾസിന്. അയ്യോ അവള് എടി കേട്ടല്ല, മൽഹമാണ് പറയണ, ഞാനല്ല. ചേച്ചി മൂന്നെണ്ണം എടുത്തു, ഒരെണ്ണം ഡോൾസിന്. അങ്ങനെ നമ്മുടെ മറ്റേ വലിയത് സാധനം എടുത്തില്ല ബ്രോ. അതെന്ത് ഓ അതും എടുത്താ ഗൈസ്. അങ്ങനെ നമ്മുടെ ഗുലാബ് ജാമും കേക്കും കിട്ടിയിട്ടുണ്ട്. നമ്മൾ നേരെ റിജിന്റെ വീട്ടിലോട്ട് പോവാണേ. ഓൾവേസ് ഹരേ രാം ഹരേ രാം ഹരേ കൃഷ്ണ. സുമ എന്താണ് മാൻ? ഇപ്പോഴാണ് ബാച്ച് സെറ്റ് ആയത് ഗൈസ്. എല്ലാം വന്നിട്ടുണ്ട് ഗൈസ്. ഇനി എനിക്കറിയാം ഈ ബഹളം റിജി കേട്ട് കാണുമെന്ന് തോന്നുന്നു. റിജിന്റെ ഇന്ന് വന്ന് റിജിനെ നമ്മൾ സർപ്രൈസ് ചെയ്യാൻ പോകണം അല്ലേ? എന്താ പ്ലാൻ? നിങ്ങൾ ഫുഡ് കഴിച്ചാ? ആ റിജിന്റെ അലവാ. ആ പിന്നെ ഒരു പരിപാടി ഇല്ല. ടാങ്ക് ഇന്ന് ഇവിടുത്തെ കോഴികളെല്ലാം തുമ്മും. പാപം ചാടി ചവിട്ടും. ഞാൻ പറഞ്ഞു അവന് ആദ്യമേ ചാടി ചവിട്ടോ. പറഞ്ഞ ഐഡിയയില് ഒരുത്തം മുടി മുടി കെട്ടി സൈസുള്ള ഇത് വർക്കൗട്ട് ആയ ഒന്നെങ്കിൽ ഇവന്റെ കഴിവ് രേഖപ്പെടുന്നത്, ഇല്ലെങ്കിൽ ഇവന്റെ മരണം അമ്മയായിട്ട് ഓക്കാങ്കരിലിരിക്കുന്നു. അതാ ഗൈസ്, അവൻ ഫുഡ് കഴിച്ചു. പക്ഷെ നമ്മൾ വിടത്തില്ല കേട്ടോ. ഇന്ന് കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് ഫുഡ് കഴിക്കണ പരിപാടി ഞാനില്ല. ഇന്ന് റിജിനെ കൊണ്ട് ചെലവ്. റിജിനെ ഇത് കാണുമ്പോ ഇതെല്ലാം പ്ലാൻ. ഇത് കണ്ട ടാങ്കാതിരിക്കുന്ന ടാങ്ക് 3 മണിക്കൂർ ഫുഡ് കഴിക്കാതെ വന്നിട്ടുണ്ട്. അയ്യോ പാർട്ടി പോപ്പർ തപ്പി നടക്കോട്ടോ. രാത്രി കാമനാട് 9 വരെയായി, പാർട്ടി പോപ്പർ കിട്ടണില്ല ഗൈസ്. ഞങ്ങൾക്ക് താഴെ കിടന്നൊരു സാധനം കിട്ടി കാണേ ഗൈസ്. താഴെ കിടന്നൊരു പൊതി കിട്ടിയിട്ടുണ്ട് ഗൈസ്. കാമനാട് താഴെ കിടന്ന് പൊതി കിട്ടിയിട്ടുണ്ട്. അതാ ഇതെന്താ അപകടം പിടിച്ച പോലീസിനെ ഗൈസ്. എല്ലാം സുമനെ ഏൽപ്പിച്ചിട്ടുണ്ട്. സുമനാണെന്നത് ഡീൽ ചെയ്യാൻ പോണ. ഇനി സ്വർണ്ണം വല്ലാണ് നമ്മൾ ഷെയർ. മൂന്നായിട്ട് ഷെയർ ചെയ്യാം. ഒറ്റ തെറ്റുകൾ സ്വർണ്ണം ആണെങ്കിൽ അവരെ പറ്റിക്ക. ഞങ്ങൾക്കൊന്നും കിട്ടിയില്ലത് ഗൈസ്. ഞങ്ങളത് ഓപ്പൺ ചെയ്യാൻ പോവാണ് ഗൈസ്. ഇതിനകത്ത് എന്തോ ഉണ്ട്. അടാ ഇതിനകത്ത് എന്തോ ഉണ്ട്, കറുത്ത കളർ. ആണടാ എന്റെ ദൈവമേ, കവറ്. ഞാൻ പറഞ്ഞില്ലേ വേസ്റ്റ്. എന്തെല്ലാം പ്രതീക്ഷയായിരുന്നു. 2000-ന്റെ കെട്ട്, ഗോൾഡ് എല്ലാം പോയി. ആ കൈ കഴുകിക്കോ ഗൈസ്. റിജിൻ അവിടെ ഉണ്ട്. റിജിൻ അവിടെ. നീ വെളിയിൽ ഇറങ്ങി പോയാ? ഇല്ലല്ലേ, നമുക്ക് അങ്ങോ മറ്റേ ഏതാണ് നമ്മുടെ ചുമ്മാ ഞാൻ നീ നോക്കിക്കോ. ഇനിയാണ് കളി. വണ്ടി ഓടിക്കുന്ന അതാ സമയം വിടും. നമുക്ക് സെറ്റ് ചെയ്യാം. നമ്മൾ റിജിനെ ഫോളോ ചെയ്യാൻ പോകണം. എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മൾ സമാധാനമായിട്ട് വേണം അവന്റെ വീട്ടിൽ കയറി ചെല്ലാൻ. എല്ലാം ഒരു കുഴപ്പമില്ല, പ്രശ്നമൊന്നുമില്ല. ബലൂണൊക്കെ പൊട്ടല്ലേ ഡേ. വിദൂരത്തിൽ റിജിന്റെ കാർ കിടക്കുന്ന നിങ്ങളാണെന്നാണ്. ഇതാണ് റിജിന്റെ കാർ.
ഗൈസ് അപ്പൊ ഞങ്ങള് പയ്യെ ഫോളോ ചെയ്ത് അവിടെ എത്തട്ടെ എന്നിട്ട് ഗൈസ് അങ്ങനെ റിജിൻ പോയിരിക്കുന്നു, വീട്ടിലോട്ട് പോയിരിക്കുന്നു. അപ്പൊ ഇനിയാണ് നമ്മുടെ മിഷൻ. അപ്പൊ എത്ര പാർട്ടി പേപ്പർ ഒരെണ്ണം രാവിലെ അടുത്താരാ ഡീൽ ചെയ്യണേ? ആ മിഷൻ സുമൻ. നിന്റെ മിഷൻ എന്തോ? അതാ പൊട്ടിക്കോ, രണ്ട് സൈഡിൽ നിന്ന് വിട്ടോളാം. അങ്ങനെ നമ്മൾ റിജിന്റെ വീടിന്റെ മുമ്പിൽ എത്തി. പപ്പയും മമ്മിയും എവിടെ പോയി? റിജിനകത്തുണ്ട്. ആദ്യ സർപ്രൈസ് റിജിന് കൊടുത്തിട്ട് നമ്മൾ അവർ വരുമ്പോഴത്തേക്ക് ഒരുമിച്ച് റിജിനോട് കൂടി ഗായ്സ് ഇതാണ് റിജിന്റെ അനിയത്തി. ഹായ് പറഞ്ഞു ചേച്ചിയുടെ അനിയത്തിയുടെ പട്ടി. തോമസുട്ടി വിട്ടോടാ. ഗൈസ് അങ്ങനെ ഞങ്ങൾ ഇന്ന് താണ്ട് നമ്മുടെ പാപ്പന്റെ പപ്പയുടെ മമ്മിയുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. സോ അത് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി സർപ്രൈസ് ആയോ? അച്ഛനും അമ്മ അവിടെ പോയി. എന്തിന്? ഞങ്ങള് എത്ര നേരം കൊണ്ട് കാറിൽ ഒളിച്ചിരിക്കാന്നറിയോ? കേക്ക് സെറ്റ് ചെയ്യുന്നു. ഹലോ, ഹൗ ആർ യു? ഞങ്ങൾ ഇതുവരെ വന്നിട്ട് കാണാൻ പറ്റിയിട്ടില്ല. ഇന്ന് പപ്പയുടെ മമ്മിയുടെ ആനിവേഴ്സറി അല്ല, വേറെ കാര്യമുണ്ട്. അവര് ഫുഡെല്ലാം കഴിച്ചു. ഇന്ന് ഞങ്ങൾ ഒന്നും കഴിക്കാതെ വേഗം വന്നേക്കോ. എല്ലാം പാപ്പന്റെ ചെലവാ. പൊളിച്ചിരുന്നിട്ട് ചാടി പറഞ്ഞു. അവര് കയറി വരുമ്പോ സർപ്രൈസ് ആയ പോലെ ടേബിൾ കേക്ക് ഇവിടെ നമ്മൾ പല റൂമിൽ കയറി ഒളിച്ചിരിക്കും. പപ്പയും മമ്മിയും കയറി വരുമ്പോ നമ്മൾ എല്ലാവരും കൺഗ്രാജുലേഷൻസ് ആൻഡ് സെലിബ്രേഷൻസ്. പാപ്പൻ എല്ലാം കുളവാക്കി ഗൈസ്. പാപ്പ എല്ലാം കുളവാക്കിയടാ ഗൈസ്. ഞങ്ങള് 2.5 മണിക്കൂറത്തെ ഞങ്ങളുടെ കഷ്ടപ്പാടാണ്. അജയ് എല്ലാം പോയി. പൊട്ടിയാ അല്ലെ? പൊട്ടിയില്ലെങ്കിൽ ഇവിടെ ഊട്ട ഇട്ടിട്ട് കാര്യം എറിഞ്ഞോളാം. കൺഗ്രാജുലേഷൻസ് ആൻഡ് സെലിബ്രേഷൻസ്. അങ്ങനെ റിജിന്റെ പപ്പയും മമ്മിയും വന്നോണ്ടിരിക്കുകയാണ്. കേറി വരട്ടെ. ഹാപ്പി ആനിവേഴ്സറി. ഹാപ്പി ആനിവേഴ്സറി അങ്കിളെ. ഹാപ്പി ആനിവേഴ്സറി മമ്മി. രണ്ടരി കേട്ടോ. ആൻഡ് സെലിബ്രേഷൻ. And celebrations. ആൻഡി ഹാപ്പി ആനിവേഴ്സറി. എത്ര വർഷമായി? 30 വർഷത്തെ സന്തോഷ കുടുംബ ജീവിതം. Congratulations and celebration. നമ്മുടെ ഹൃദയം നിറഞ്ഞ ഹാപ്പി ആനിവേഴ്സറി. ഇത് ഇത്രയും നല്ല ഭംഗിയായി കോർഡിനേറ്റ് ചെയ്ത് എന്നെ ഞെട്ടിച്ച് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ
ഗൈസ് അങ്ങനെ നമുക്ക് റിജിൻ ആണ്ടേ ക്രിസ്മസ് കഴിഞ്ഞെങ്കിലും നമുക്ക് വൈൻ തന്ന് റിജിൻ സൽക്കരിച്ചിരിക്കുകയാണ്. ടാറ്റ മമ്മി, ടാറ്റ പപ്പ, ടാറ്റ. ഗൈസ് അങ്ങനെ നമ്മൾ ഇവിടെ ഇറങ്ങുകയാണ്. ഞങ്ങൾ നേരെ ഏതെങ്കിലും കടയിൽ പോയി ഞങ്ങൾ എല്ലാവരുടെ ഫുഡ് കഴിക്കാൻ പോവാണ് ഗൈസ്. ബാക്കി വിശേഷങ്ങൾ അവിടെ ചെന്നിട്ട് കാണാം. സോ ഫുഡ് കഴിക്കാൻ നമ്മൾ ഫൈനലി റമീസിൽ എത്തിയിട്ടുണ്ട്. ആ നന്നായി, സബാഷ്. ഒരു ലോഡ് ഐറ്റമായി. ഇതൊക്കെ കഴിച്ചിട്ടേ ഇവിടെ എനിക്ക് പേടിയില്ല കാരണം റജിനെ ആത്മാർത്ഥമായിട്ട് പറയണം, നീ ഹാപ്പിയാണോ? നീ എക്സ്പെക്ട് ചെയ്തായിരുന്നോ? അല്ല എന്നാലും എഡിറ്റർ പ്ലീസ് നോട്ട് ഇറ്റ്. ഗായ്സ് അപ്പൊ നമ്മുടെ ഫുഡ് എല്ലാം വന്നിട്ടുണ്ട്. ദാണ്ട അൽഫാം, റൊട്ടി, പിന്നെ ബെല്ലാരി റൈസ്. രാത്രി 12 മണിയായാലും ഇവിടെ എല്ലാം കിട്ടും കേട്ടോ. എടാ എന്താ ഏതാണ് പൊട്ടിത്തെറിച്ച ഏതാ? ഇതാണല്ലേ പൊട്ടിത്തെറിച്ചത്? അല്ലല്ല ഇത് ബെല്ലാരി ബീഫ് അല്ലേ ഗൈസ്? പൊട്ടിത്തെറിച്ച് ഇതുവരെ വന്നിട്ടില്ല. മൽഹോ ഓർഡർ ചെയ്ത സാധനം ഇതുവരെ വന്നിട്ടില്ല ഗൈസ്. അപ്പൊ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി അടിപൊളിയായിരുന്നു കേട്ടോ. എടാ എങ്ങനെയുണ്ടായിരുന്നു ഫുഡൊക്കെ? അടിപൊളിയല്ലായിരുന്നോ? പിക്ക് എടുക്കാം. റിജിന്റെ ട്രീറ്റ് ആയിരുന്നു മാൻ. താങ്ക് യു സോ മച്ച്. അടിപൊളി ട്രീറ്റ് ആയിരുന്നു കേട്ടോ. ഇഷ്ടം പോലെ കഴിച്ചു. പക്ഷെ നമ്മൾ ഓഫ് കോഴ്സ് ടൈം കണ്ടല്ലോ ഗൈസ്. എത്രയായി? 12 മണിയായി ഗൈസ്. രാത്രി 12 മണിക്ക്. ഗുഡ് മോർണിംഗ് ഗൈസ്. എല്ലാ വീഡിയോയിലും പറയുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.